ചെറിയ തുകകൾ വായ്പയെടുക്കുന്ന സാധാരണക്കാർക്ക് നഷ്ടമാകുന്നത് ആകെയുള്ള കിടപ്പാടമാണ്. ജോസഫ് എന്ന ആളിൽ നിന്നും 50,000 രൂപ കടം വാങ്ങിയ 5 തെങ്ങിലെ വത്സലയുടെ അനുഭവം ഇങ്ങനെ. പലിശയ്ക്ക് എൻ്റെ ഭർത്താവിനും ഗൾഫിൽ പോകാൻ വേണ്ടി ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാസം തോറും അതിൻ്റെ പലിശ കൊടുത്തുകൊണ്ടിരുന്നു. 3 വർഷം വരെ ഞാൻ പലിശ കൊടുത്തിട്ടുണ്ട്. ഞാൻ പൈസ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് ആ കിടക്കടം തരുന്നില്ല സാറേ. എപ്പോഴും വധഭീഷണി തന്നെയാണ്. വത്സലയുടെയും സഹോദരന്റെയും സഹോദരിയുടെയും കുടുംബങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് ഈ വാടക വീട്ടിൽ. ഇങ്ങനെ കൈക്കലാക്കുന്ന വീടിന്റെ അടുത്ത് പോകാൻ പോലും പിന്നീട് ഇവരെ അനുവദിക്കാറില്ല. ഇങ്ങനെ വീട് നഷ്ടപ്പെട്ട രഘുവിനോടൊപ്പം വീട് ചിത്രീകരിക്കാൻ ചെന്നപ്പോഴുള്ള പ്രതികരണം ഇങ്ങനെ. ജീവൻ വരെ ഭീഷണിയുള്ളതായി രഘുവിന്റെ ഭാര്യ പറയുന്നു. അവരെങ്ങനെയൊക്കെ നോക്കിയിട്ട് അവരെനിക്ക് തരുന്നില്ല. ഈ ഭർത്താവ് ആയാലും ഞാനായാലും മരിച്ചു കഴിഞ്ഞാൽ അടക്കാൻ പോലും ഭൂമിയില്ല. ഇന്നും ആശുപത്രിയിൽ പോയിട്ട് വന്ന മനുഷ്യനെയാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന, കൊല്ലുമെന്നും പറഞ്ഞു. നേരത്തെ നൽകിയ പരാതികൾക്ക് മറുപടിയില്ലാതായി. ഓപ്പറേഷൻ കുബേര വന്നതോടെ ഇവർ വീണ്ടും പോലീസിൽ പരാതി നൽകി. ചില നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രാദേശിക പോലീസിൽ ഇവർക്ക് അത്ര വിശ്വാസമില്ല. ഒരു ദിവസം വിളിച്ച് മൊഴിയെടുത്തതല്ലാതെ അന്ന് മുതൽ ഈ പലിശക്കാരൻ ജോസഫ് ഒളിവിലായിരുന്നു. ഒളിവിലായിരുന്ന വ്യക്തി നൈറ്റ് അതാത് സമയങ്ങളിൽ അയാളുടെ വണ്ടിയിൽ തന്നെ വന്നു പോകുന്നുണ്ടായിരുന്നു. അറിഞ്ഞിട്ടും തൊട്ട് കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നിട്ട് പോലും പോലീസ് ആ സമയത്ത് അറസ്റ്റ് ചെയ്തിട്ടില്ല. ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ. മീഡിയ 1 തിരുവനന്തപുരം.